നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസ്റ്റ് ഓഫീസ് ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും ഒരവസരം വന്നിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് സ്കിൽഡ് ആർട്ടിസൻസ് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാം. ഈ വീഡിയോയിൽ നൽകിയിരിക്കുന്ന യോഗ്യതാ മാനദണ്ഡങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അത് അപേക്ഷിക്കാൻ പൂർണ്ണമായി യോഗ്യതയുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അപേക്ഷ നൽകുക. വേക്കൻസി ഡീറ്റെയിൽസ്. ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് സ്കിൽഡ് ആർട്ടിസൻ ഒഴിവുകളിലേക്ക് ഏകദേശം 10 ഒഴിവുകളാണ് ഉള്ളത്. അതിൽ തന്നെ വിവിധ ട്രേഡുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയെന്ന് നോക്കാം. ട്രേഡ് 1 MV മെക്കാനിക് സ്കിൽഡ് 4 ഒഴിവുകൾ, MV ഇലക്ട്രീഷ്യൻ സ്കിൽഡ് 1 ഒഴിവ്, ടയർമാൻ സ്കിൽഡ് 1 ഒഴിവ്, ബ്ലാക്ക് സ്മിത്ത് 3 ഒഴിവ്, കാർപ്പൻ്റർ 1 ഒഴിവ്. ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ്. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ് അപേക്ഷിക്കുന്നതിനുള്ള പ്രായപരിധി. അതിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 35 വയസ്സ് വരെയും OBC കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവർക്ക് 33 വയസ്സ് വരെയുമാണ് പ്രായപരിധി. മറ്റ് ഇളവുകൾ അറിയുന്നതിന് വിജ്ഞാപനം പരിശോധിക്കുക. ക്വാളിഫിക്കേഷൻ. ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന പ്രസ്തുത ട്രേഡുകളിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം ബന്ധപ്പെട്ട ട്രേഡിൽ 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. MB മെക്കാനിക് ട്രേഡിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരായിരിക്കണം. സാലറി ഡീറ്റെയിൽസ്. ഇന്ത്യ പോസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് വഴി സ്റ്റാഫ് കാർ ഡ്രൈവർ പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കുകയാണെങ്കിൽ 20,000 രൂപ മുതൽ 63,000 രൂപ വരെ ശമ്പളം ലഭിക്കാവുന്നതാണ്. ഏത് ട്രേഡിലേക്കാണ് അപേക്ഷിക്കുന്നത് ആ ട്രേഡ് ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. ടെസ്റ്റുകളുടെ പാറ്റേണും സിലബസും ടെസ്റ്റുകളുടെ തീയതിയും സ്ഥലവും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ പ്രത്യേകം അറിയിക്കും. അർഹതയല്ലാത്ത മറ്റ് അപേക്ഷകരെ സംബന്ധിച്ച് ഒരു അറിയിപ്പും അയക്കുകയില്ല. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിക്കുക. പൂരിപ്പിച്ച അപേക്ഷയും അതുപോലെ തന്നെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും ഉൾപ്പെടുത്തി 2024 ഓഗസ്റ്റ് 30 വൈകുന്നേരം 5 മണിക്ക് മുമ്പ് എത്തുന്ന വിധത്തിൽ സ്പീഡ് പോസ്റ്റ് വഴി അയയ്ക്കുക. അപേക്ഷകൾ അയക്കേണ്ട വിലാസം സ്ക്രീനിൽ കൊടുക്കുന്നു. അപേക്ഷ അയക്കുന്ന കവറിന് മുകളിൽ ഇതുപോലെ എഴുതാൻ ശ്രദ്ധിക്കുക: ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് സ്കിൽഡ് ആർട്ടിസൻ ഇൻ ട്രേഡ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കുക. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അതിൻ്റെ 2ാം ഘട്ട വ്യാപന പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്ഥാനങ്ങളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഒഴിവുകളുടെ വിവരങ്ങൾ, പ്രായപരിധി, യോഗ്യതകൾ, അനുഭവം, ശമ്പള നിരക്ക്, അപേക്ഷാ ഫീസ് നോക്കാം. കൊച്ചി മെട്രോ റെയിൽ റിക്രൂട്ട്മെൻറ്റ് വേക്കൻസി ഡീറ്റെയിൽസ്. 1 എക്സിക്യൂട്ടീവ് ടെലികോം. 1 റിക്രൂട്ട്മെൻറ്റ് തരം സ്ഥിരം. ജൂനിയർ എഞ്ചിനീയർ പവർ ആൻഡ് ട്രാൻഷൻ, അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പവർ ആൻഡ് ട്രാൻഷൻ 2 ഒഴിവുകൾ. റിക്രൂട്ട്മെൻറ്റ് തരം 3 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ, കാര്യക്ഷമതയുടെ അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്ക് നീട്ടും. ഏജ് ലിമിറ്റ്. എക്സിക്യൂട്ടീവ് ടെലികോൺ പരമാവധി 32 വയസ്സ് 2024 ഓഗസ്റ്റ് 1 വരെ. ജൂനിയർ എഞ്ചിനീയർ പരമാവധി 30 വയസ്സ് 2024 ഓഗസ്റ്റ് 1 വരെ. അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പരമാവധി 32 വയസ്സ് 2024 ഓഗസ്റ്റ് 1 വരെ. റിസർവേഷൻ നിയമങ്ങൾക്കനുസരിച്ച് പ്രായപരിധിയിൽ നിന്ന് ഇളവുകൾ ലഭിക്കും. ക്വാളിഫിക്കേഷൻ. എക്സിക്യൂട്ടീവ് ടെലികോം. യോഗ്യത അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പൂർണ്ണമായ BTech ആൻഡ് BE. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയറിംഗ്. ജൂനിയർ എഞ്ചിനീയർ ആൻഡ് അസിസ്റ്റൻറ്റ് സെക്ഷൻ എഞ്ചിനീയർ പൂർണ്ണസമയ BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ പൂർണ്ണസമയ 3 വർഷത്തെ ഡിപ്ലോമ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. എക്സ്പീരിയൻസ്. എക്സിക്യൂട്ടീവ് ടെലികോം, മെട്രോ റെയിൽവേ PSU മുകളിൽ സൂപ്പർവൈസറി ഗ്രേഡിൽ കുറഞ്ഞത് 3 വർഷത്തെ ടെലികോം അനുഭവം.
ജൂനിയർ എഞ്ചിനീയർ പവർ ആൻഡ് ട്രാൻഷൻ റെയിൽവേ മെട്രോ സിസ്റ്റങ്ങളിലെ പവർ ആൻഡ് ട്രാൻഷൻ ഉപകരണങ്ങളുടെ ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ് എന്നിവയിൽ കുറഞ്ഞത് 3 വർഷത്തെ അനുഭവം. അസിസ്റ്റൻറ്റ് സെഷൻ എഞ്ചിനീയർ പവർ ആൻഡ് ട്രാൻഷൻ റെയിൽവേ മെട്രോ സിസ്റ്റങ്ങളിലെ പവർ ആൻഡ് ട്രാൻഷൻ ഉപകരണങ്ങളുടെ ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ്, കമ്മീഷനിങ് എന്നിവയിൽ കുറഞ്ഞത് 5 വർഷത്തെ അനുഭവം. DC ട്രാൻഷൻ സിസ്റ്റങ്ങളിലെ അനുഭവം അഭിലഷണീയമാണ്. പേ സ്കെയിൽ: എക്സിക്യൂട്ടീവ് ടെലികോം 40,000 തൊട്ട് 1,40,000 രൂപ വരെ, ജൂനിയർ എഞ്ചിനീയർ 33,000 തൊട്ട് 94,000 രൂപ വരെ, അസിസ്റ്റൻറ്റ് സെഷൻ എഞ്ചിനീയർ 2,35,000 രൂപ വരെ. കൊച്ചി മെട്രോ റെയിൽ റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ ഫീ. അപേക്ഷാ ഫീസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഔദ്യോഗിക KMRL വെബ്സൈറ്റിൽ ലഭ്യമാണ്. എങ്ങനെ അപേക്ഷിക്കാം? KMRL കാരിയർ സന്ദർശിച്ച് നിർദ്ദേശങ്ങൾ വായിക്കുക. ഓൺലൈൻ അപേക്ഷ: KMRL വെബ്സൈറ്റിലെ ലിങ്ക് തിരഞ്ഞെടുത്ത് ഓൺലൈനായി അപേക്ഷാ ഫോറം പൂരിപ്പിക്കുക. ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യുക. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, അനുഭവം എന്നിവയുടെ സ്വയം പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക. പൂർണ്ണമല്ലാത്ത അപേക്ഷകൾ തള്ളപ്പെടും. അപേക്ഷ സമർപ്പിക്കുക. എല്ലാ ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക. ഫാക്സ് അല്ലെങ്കിൽ ഇമെയിൽ വഴി സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിക്കപ്പെടുന്നതല്ല. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി: ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2024 ഓഗസ്റ്റ് 21 അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എയിംസിൽ നേഴ്സിംഗ് ഓഫീസർ ജോലി നേടാൻ അവസരം, കൈനിറയെ ശമ്പളം. ഇന്ത്യയിലെ 15 എയിംസുകളിലേക്ക് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നേഴ്സിംഗ് ഓഫീസർക്കായി റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. ഗുവാഹട്ടി, ജോധ്പൂർ, കല്യാണി, ന്യൂഡൽഹി, ഭട്ടിണ്ട, ഭുവനേശ്വർ, ബിലാസ്പൂർ, ദിയോഘർ, ഗോരഖ്പൂർ, മംഗളഗിരി, പട്ന, നാഗ്പൂർ, റായ്ബറേലി, ഋഷികേശ്, വിജയ്പൂർ എന്നിവിടങ്ങളിലേക്കാണ് നിയമനം. ഓരോ സ്ഥാപനങ്ങളിലെയും ഒഴിവുള്ള തസ്തികകളുടെ എണ്ണം വൈകാതെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. യോഗ്യത: BSc നേഴ്സിംഗ്, പോസ്റ്റ് BSc ജനറൽ നേഴ്സിംഗ്. 50 കിടക്കകളെ ഉള്ള ആശുപത്രി, 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. സംസ്ഥാന ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. ഉയർന്ന പ്രായപരിധി 30 വയസ്സാണ്. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കും. പൊതുയോഗ്യതാ പരീക്ഷയായ നോർസെറ്റ് മുഖേനയാണ് നിയമനം നടക്കുക. 2 ഘട്ടമായി ഓൺലൈനായിട്ടാണ് പരീക്ഷ സംഘടിപ്പിക്കുക. ആദ്യഘട്ടം 15-നും മുഖ്യ പരീക്ഷ ഒക്ടോബർ 4-നും നടക്കും. ജനറൽ കാറ്റഗറിക്ക് 3,000 രൂപ അപേക്ഷാ ഫീസുണ്ട്. SC, ST, EWS വിഭാഗക്കാർക്ക് 2,400 രൂപ. ഭിന്നശേഷിക്കാർക്ക് ഫീസില്ല. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് www.aimsexams@ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷ നൽകേണ്ട അവസാന തീയതി 21/8/2024. സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ ജോലി നേടാം. കേരള സർക്കാർ മുഖേന നിയമനം. കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക റൂട്ട്സ് മുഖേന നിരവധി തൊഴിലവസരങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോഴിതാ സൗദി അറേബ്യയിലേക്ക് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ട്. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിൽ കിങ് ഫഹദ് മെഡിക്കൽ സിറ്റിയിൽ സ്പോർട്സ് മെഡിസിൻ കൺസൾട്ടൻറ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ ഒഴിവിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെൻറ്റ് സംഘടിപ്പിക്കുന്നു. അമേരിക്കൻ കനേഡിയൻ ബോർഡിൻ്റെ ഫെലോഷിപ്പ്, CCT, CCST അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സ്പെഷ്യാലിറ്റിയിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 55 വയസ്സ്. വിശദമായ ബയോഡേറ്റയും വിദ്യാഭ്യാസം, പ്രവൃത്തി പരിചയം, പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം rmt3.norca@kerala.gov.in എന്ന ഇമെയിൽ ID-യിലേക്ക് 2024 ഓഗസ്റ്റ് 9 രാവിലെ 11 മണിക്കകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളാശ്ശേരി അറിയിച്ചു. ഇതിനായുള്ള അഭിമുഖം ഓൺലൈനായി നടക്കും. തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. അപേക്ഷകർ മുമ്പ് പോർട്ടൽ രജിസ്റ്റർ ചെയ്തവരാകരുത്. കുറഞ്ഞത് 6 മാസത്തെ കാലാവധിയുള്ള സാധ്യതയുള്ള പാസ്പോർട്ട് ഉള്ളവരാകണം. അഭിമുഖ സമയത്ത് പാസ്പോർട്ട് ഹാജരാക്കേണ്ടതാണ്.
വിശദ വിവരങ്ങൾക്ക് www.norcaroots.org വെബ്സൈറ്റിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04712770 536, 539, 540, 577 നമ്പറുകളിലോ ഓഫീസ് സമയത്ത് പ്രവൃത്തി ദിനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്റ്റ് സെൻറ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 ഇന്ത്യയിൽ നിന്നും +91 8802012345 വിദേശത്ത് നിന്നും മിസ് കോൾ സർവീസിൽ ബന്ധപ്പെടാവുന്നതാണ്. 10ാം ക്ലാസ് തോറ്റവർക്കും ജോലി. അംഗനവാടി വർക്കർ ആൻഡ് ഹെൽപ്പർ നിയമനം. ആലപ്പുഴ ജില്ലയിലെ അംഗനവാടി വർക്കർ ഫർണിക്കാവ് ICDS പ്രോജക്റ്റ് പരിധിയിലുള്ള ഫർണിക്കാവ്, നൂറനാട്, താമരക്കുളം പഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ വർക്കർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചു. അതത് പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ 2024 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷത്തെ ഇളവ് ലഭിക്കും. പട്ടികജാതി വിഭാഗക്കാരിൽ 10ാം തരം പാസ്സാകാത്തവർ ഇല്ലാത്ത പക്ഷം 10ാം തരം തോറ്റവരെയും പട്ടികവിഭാഗക്കാരിൽ 10ാം തരം ജയിച്ചവരില്ലാത്ത പക്ഷം 8ാം ക്ലാസ് ജയിച്ചവരെയും പരിഗണിക്കും. അപേക്ഷയും സ്ഥിരതാമസം, യോഗ്യത, ജാതി, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും വിധവയാണെങ്കിൽ വിധവാ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പും സഹിതം ഫർണിക്കാവ് ICDS ഓഫീസിൽ ലഭിക്കണം. അവസാന തീയതി ഓഗസ്റ്റ് 17. ഫോൺ നമ്പർ 047923825583. 2. മലപ്പുറം ജില്ലയിലെ അംഗനവാടി വർക്കർ ആൻഡ് ഹെൽപ്പർ ഒഴിവുകൾ. അമരമ്പലം, കാളിക്കാവ് ഗ്രാമപഞ്ചായത്തുകളിലെ അംഗനവാടികളിൽ വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പൂരിപ്പിച്ച അപേക്ഷകൾ ഓഗസ്റ്റ് 1 മുതൽ 20 വരെ പൂങ്കോട്ടുപാടത്തുള്ള കാളിക്കാവ് ICDS ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9188959783. നിലമ്പൂർ അഡീഷണൽ ICDS പ്രൊജക്റ്റിൻ്റെ പരിധിയിലുള്ള എടക്കര, പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിൽ ഒഴിവുവരുന്ന അംഗനവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും സ്ഥിരം ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിരതാമസക്കാരായ വനിതകൾക്ക് അപേക്ഷിക്കാം. യോഗ്യത: വർക്കർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് 10ാം ക്ലാസ് പാസ്സാകാത്ത എഴുത്തും വായനയും അറിയാവുന്നവർക്കും അപേക്ഷിക്കാം. പ്രായപരിധി 18-നും 46-നും ഇടയിൽ. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ 3 വർഷം ഇളവ് അനുവദിക്കും. അപേക്ഷ എടകര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ഓഗസ്റ്റ് 9 വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ അപേക്ഷകൾ ഓഗസ്റ്റ് 16 വരെയും സ്വീകരിക്കും. ശിശുവികസന പദ്ധതി ഓഫീസർ ICDS നിലമ്പൂർ അഡീഷണൽ, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം, മുസ്ലിങ്ങാരി അങ്ങാടി, എടകര 679331 എന്ന വിലാസത്തിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04931275004. RBI റിക്രൂട്ട്മെൻറ്റ്. മണിക്കൂറിന് 400 രൂപ. ഉടൻ അപേക്ഷിക്കുക. RBI സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സെക്ടർ J ലിങ്കേജിലെ ഡിസ്പെൻസറിക്ക് നിശ്ചിത മണിക്കൂർ പ്രതിഫലത്തോടെ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരയുന്നു. റിക്രൂട്ട്മെൻറ്റ് RBI റിക്രൂട്ട്മെൻറ്റ്. തസ്തികയുടെ പേര് ഫാർമസിസ്റ്റ്. ഉദ്യോഗാർത്ഥി 10ാം ക്ലാസ് പരീക്ഷ വിജയിച്ചിരിക്കണം. ഉദ്യോഗാർത്ഥി കുറഞ്ഞത് 50% മാർക്കോടെ അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഫാർമസിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദം നേടിയിരിക്കണം. അപേക്ഷകന് UP ഫാർമസി കൗൺസിൽ നിന്നുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. സ്ഥാനാർത്ഥിക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള അടിസ്ഥാന പ്രവർത്തന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. അപേക്ഷകന് ഫാർമസിസ്റ്റായി കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ശമ്പളം: തിരഞ്ഞെടുത്ത അപേക്ഷകർക്ക് മണിക്കൂറിന് 400 രൂപ ശമ്പളം നൽകും. തിരഞ്ഞെടുപ്പ് പ്രക്രിയ: ഇൻ്റർവ്യൂ. അപേക്ഷിക്കേണ്ട വിധം: ഇൻ്റർവ്യൂ സ്ഥലം സ്ക്രീനിൽ കൊടുക്കുന്നു. അവസാന തീയതി 30/8/2024. അറ്റൻഡ് ദി ഇൻ്റർവ്യൂ ഡയറക്റ്റ്ലി. കൂടുതൽ വിവരങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ലിങ്ക് നോക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.